വന്നേ വലിയൊരു സന്തോഷ വാർത്ത അറിഞ്ഞില്ലേ? എന്താണ്? ഡാൻസ് സ്കൂളിൽ പുതിയ 10 പിള്ളേരോട് ജോയിൻ ചെയ്ത. ആര് പറഞ്ഞു? ഞാനറിഞ്ഞ്. മറ്റേ ശീലാവതി ചേച്ചിയുടെ വീട്ടിൽ ചെറിയ പെയിന്റിംഗ് പണി ഉണ്ടായിരുന്നു. അപ്പൊ അവരാ പറഞ്ഞേ എടാ പെങ്ങള് തകർക്കുവാന്ന്. പേരൊന്നുമില്ല, 9 പേര്. അപ്പൊ മാസം എങ്ങനെ ആയാലും 10-12,000 രൂപ കൂടെ വരുമാനം കൂടി. 10-12,000 രൂപ എന്തൊരു കണക്കാ? ആൾക്ക് 1000 രൂപ വെച്ചെങ്കിലും കിട്ടത്തില്ല. പൊന്നെ പതുക്കെ പറ. ആളുകൾ വിചാരിക്കും ഞാൻ ഏതാണ്ട് വലിയ ഫീസാ വാങ്ങിക്കണേന്ന്. ഞാൻ എത്ര രൂപ വാങ്ങിക്കണേന്ന് അറിയോ? അതെന്തായാലും അറിയണ്ട. പക്ഷെ ഞാൻ വാങ്ങിക്കണേന്റെ പകുതി എനിക്ക് കിട്ടത്തുള്ളൂ. ഞാൻ വേറെ ആളുടെ കീഴിലാണ് പഠിപ്പിക്കുന്നത്. ആ പകുതിക്കകത്തുനിന്ന് എനിക്ക് 1000 രൂപ തന്ന് സഹായിക്കും. പിള്ളേര് ചേർന്ന ഉടനെ പൈസ എവിടെയാ തരുന്നത്? എന്നാലും അഡ്വാൻസ് ഇത് കിട്ടത്തില്ല, അഡ്മിഷൻ ഫീ കിട്ടത്തില്ല. അങ്ങനെയൊന്നും അഡ്മിഷൻ ഫീസോ അതൊന്നുമില്ല. ഞാൻ ആകെ നാണം കിട്ടി. എനിക്ക് ആ പൈസ കടയിൽ കൊടുത്തില്ല, നാണം കിടും. ഏത് കടയില്? മറ്റേ വർക്ക്ഷോപ്പിനോട് ചേർന്നുള്ള കടയിൽ നിന്ന് 2 വർഷം അത് ഓയിൽ മേടിക്കാൻ നേരം പിന്നെ പണിഞ്ഞോണ്ടിരുന്നപ്പോ ചായ കടി. എങ്ങോട്ടേക്കുള്ള ഓയില്? റൈറ്റിലേക്കുള്ള ഓയില് അതാ വർക്ക്ഷോപ്പിലുള്ളതാ? അല്ല അത് കൊടുത്തില്ല, നാണക്കേടാണ്. എങ്ങാനും നാണം കെട്ട് കഴിഞ്ഞാൽ കൊടങ്ങാളെ കുടുംബത്തിന് നാണക്കേട് വന്നു കഴിഞ്ഞാൽ ആർക്കും അതിന്റെ അത് പിള്ളേര് അത് ഒരു ഫ്ലെക്സ് ബോർഡ് അടിച്ചിട്ട് ഡാൻസ് സ്കൂളിൽ അവിടെ വെക്കണം. തീരുമാനിച്ചോളാം. അല്ല ഇവിടെ ഫ്ലെക്സ് ബോർഡ് അടിച്ചിട്ട് ഡാൻസ് സ്കൂളിന്റെ അവിടെ അല്ല സ്കൂളിന്റെ അവിടെ അപ്പൊ പിള്ളേര് കൂടും, വരുമാനം കൂടും. അത് പറഞ്ഞ അല്ല അത് പറഞ്ഞേ അത് പറഞ്ഞ കൂട്ടത്തില് 1000 രൂപയും കൂടെ കൊടുക്കുമെന്ന്. അത് ആ വർക്ക്ഷോപ്പിന്റെ കടയിലെ പൈസ വെച്ച് കൊടുക്കാണ്ടായിരുന്നു. ലീറ്റ മറ്റമ്പോ എടുത്തു വെച്ചപ്പം തങ്കഞ്ചേട്ടത്തേക്ക് എന്താ ചിട്ടിയുടെ പൈസ കൊടുക്കാണ്ടെന്ന് പറഞ്ഞ അവര് അത്ര ശാശി. നീ 2 ദിവസം പണിക്ക് പോയല്ലേ, അപ്പൊ ആ പൈസ ഇല്ലേ? ഇല്ല, അവര് വണ്ടി എടുത്തോണ്ട് പോയി ടെസ്റ്റ് കഴിഞ്ഞിട്ട് തരത്തുള്ളൂ പറഞ്ഞു. ഒന്നും തന്നില്ല, സാധനം മേടിക്കാനുള്ള പൈസ തന്നുള്ളൂ. അത് എന്റെ കയ്യിൽ നിന്ന് 100-300 രൂപയായി. തരുമല്ലോ അവര്. തരുന്നേരം പറയും ഈ പൈസ എത്ര രൂപ വേണ്ട? 1000 രൂപ ഉണ്ടല്ലോ. അത് മറ്റേ ടെസ്റ്റ് കഴിഞ്ഞ് വരുമ്പോ മേടിച്ചോ ഉണ്ടെങ്കി കൊടുക്ക്. അച്ചാച്ചൻ വാങ്ങിച്ച എപ്പോഴെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടാ? തിരിച്ചു തരുമല്ലോ, ഞാനിവിടെ ഉണ്ടല്ലോ. എപ്പ കൊറേ നാളായല്ലേ ഇവിടെ നിക്കാന്നോട്ടെ. എപ്പോഴെങ്കിലും വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തിട്ട് ഏത്തക്ക പുഴുങ്ങി മുട്ട പുഴുങ്ങി കൊടുക്കും. സഹോദരൻ ഇവിടെ 5 രൂപ ഭർത്താവിന്റെ പോഷകാരങ്ങൾ കൊടുക്കും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഏതൊക്കെ മുട്ട പുഴുങ്ങിയത് വേണമെന്ന് പറഞ്ഞ് ഇനി വരത്തില്ല. ഒരു നിമിഷം മതി. സത്യമായിട്ട് ഞാനിപ്പോ പൈസ തരാന്ന് വിചാരിച്ചതായിരുന്നു, ഇനി തരത്തില്ല. എന്ത് എന്ത് ഇത്ര നേരം എന്നെ കളിയാക്കില്ലേ? ഓടുന്നു എടുക്കാൻ പോയതായിരിക്കും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ലിപ്പണ്ണേ അല്ല അല്ല പറഞ്ഞിട്ട് പോവാന്ന്. ഫ്ലക്സ് വെക്കാൻ ഇടപാട് ചെയ്യാൻ. അല്ല അത് ഇല്ലിപ്പണ്ണോട് അത് അതിന്റെ ബാനർ സ്ക്രീൻ മേടിക്കുന്നത് അതെനിക്ക് അറിയാം. പാർട്ടി ഓഫീസ് അടിച്ചാൽ അതും അതോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ നിനക്ക് 1000 രൂപ മറ്റേ അമ്മ തരുമെന്ന് പറഞ്ഞില്ലേ, പിന്നെന്ത്? അല്ല അത് വണ്ടി പണിഞ്ഞു കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് അടുത്ത മാസം അത് കഴിഞ്ഞിട്ട് തരത്തുള്ളൂ പറഞ്ഞു. സത്യത്തിനൊക്കെ എന്തിനാണ് പൈസ? ഒരു ചെറുപ്പക്കാരൻ വരുമാനമില്ലാത്തതിന്റെ വിഷമം മച്ചമ്പിക്ക്. വരുമാനമില്ലാത്ത പണിയെടുക്കത്തണ്ടല്ലോടാ. പണിയെടുത്ത അതിന്റെ പൈസ നമ്മുടെ നാടല്ലല്ലോ. നമ്മുടെ നാട്ടിലെ നല്ല ഹോൾഡ് ഉണ്ടായിരുന്നു, ഇവിടെ ആ ഒരു ഇതില്ലല്ലോ. നമ്മളൊരു എന്താ പറയണത്, ഇല്ലിപ്പ അവളെ പൈസ ഒന്നുമില്ല. അല്ല തരാന്ന് ഇപ്പൊ പറഞ്ഞു. ആര് പറഞ്ഞു? അല്ലടത്ത് തന്നേക്കാം തന്നേനേന്ന് പറഞ്ഞു. ആ തരുന്ന അവളെ പൈസ ഒന്നുമില്ല അല്ലേ? കാര്യം ലില്ലിപ്പെണ്ണ് അറിയണ്ട, നാണക്കേട് മച്ചമ്പിക്ക. അല്ല ലില്ലിപ്പെണ്ണ് അറിയാതിരുന്നല്ലേ അവള് വീണ്ടും നിനക്ക് 500 രൂപ കൊണ്ടുതരും. അതുകൊണ്ട് ഞാൻ ലില്ലി 500 കൊടുത്തിട്ടുണ്ട് കേട്ടാ. 500 കൊടുത്തിട്ടുണ്ട് അവന്. കിട്ടി ലില്ലി, കിട്ടി. മോനെ ജിബി, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പതാകയുടെ കളർ. അപ്പോൾ ഈ കളറിൽ നമുക്ക് സെൻറ്ററിൽ നല്ല എറിച്ച് നിൽക്കണ ഒരു ലോഗോ, അതായത് DDT എന്ന് വെച്ചിട്ട് നിനക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും, അത് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണ സംഭവം, ആ രീതിയിൽ ഒരു സംഭവമാണ് നമുക്ക് ചെയ്തു തരേണ്ടത് കേട്ടോ. എന്നിട്ട് എനിക്ക് ആ സാമ്പിൾ അയക്കും.
ക്ലീറ്റോ എങ്ങനെയാന്ന് പറ ക്ലീറ്റോ. വരട്ടെ, നമുക്ക് വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ. ഇനി വരട്ടെ വരട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരാൻ എനിക്ക് നാളെ കൊടുക്കണോന്ന്. നീ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാനിവിടെ നോട്ടടിച്ച് വെച്ചിട്ടൊന്നുമില്ല തങ്കം. പെട്ടെന്നാണോ ഞാൻ പറഞ്ഞത്? ഞാൻ മിനിഞ്ഞാന്ന് പോലെ പറയണല്ലേ ക്ലീറ്റോ. എന്റെ കയ്യിലിരുന്ന പൈസ മേടിച്ചിട്ട് ഇപ്പൊ ഇരുന്ന് പറയണ കേട്ടോ. ഇത് നീ പറയണ കേട്ടോ, ഞാൻ പുട്ടു പിഴിഞ്ഞ പോലെയാണല്ലോ. ഇത് കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ലേ ചെലവാക്കിയത്. അയ്യേ, കുടുംബത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്റെ കയ്യിലിരുന്ന ചിട്ടി പൈസ എടുത്താണ് ചെലവാക്കേണ്ടത്. അതിനെ അധ്വാനിക്കണം, നിങ്ങളും അന്വേഷിച്ചുകൊണ്ട് കൊണ്ടുവരണം. പഴയ കാലം അല്ല, ഇപ്പൊ ചെലവ് കൂടുതലുള്ള കാലമാണ്. കുടുംബത്തിലെ ആണും പെണ്ണും ഒരുപോലെ അധ്വാനിച്ചാലേ കുടുംബം മുന്നോട്ട് പോവുള്ളൂ. ചിലവ് അത്രയ്ക്കുണ്ട്. അങ്ങനെ നിങ്ങളെ ആൾക്കാരല്ലേ ഭരിക്കണത്. എന്തെന്ന് ഞങ്ങള് പ്രതിപക്ഷമായി പോയി. ഞങ്ങൾ പറഞ്ഞ വർഷത്ത് വരട്ട് അപ്പൊ കാണിച്ചു തരാം. പല പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ടി വരും. എനിക്ക് അറിയായിരുന്നു ക്ലീറ്റോ, നിങ്ങൾ ഇങ്ങനെ തത്തത്താ തുത്തത്താന്ന് പറയൂ എന്നുള്ളത് പൈസ തരാൻ നേരത്ത്. അതുകൊണ്ടാണ് ഞാൻ കിടന്ന് ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് സമയത്ത് അത് അന്വേഷിച്ച് കണ്ടെടുത്തി വെച്ചത്. അതും എടുത്തിട്ട് പോയി. നീ ഈ സമയത്തിന്റെ കാര്യം പറയണത് നിനക്ക് മാത്രമേ ഉള്ളൂ ഇത്ര വെപ്രാളം. ഈ പൈസ കൊണ്ടുവന്ന് കുടുംബശ്രീയിൽ അങ്ങോട്ട് അടയ്ക്കാൻ കേട്ടോ. എന്താ വേറെ ആരും കൊടുക്കണില്ല? വേറെ ഒരു പെണ്ണുങ്ങൾ ഇങ്ങനെ വെപ്രാളപ്പെട്ട് അടയ്ക്കണില്ല. ഞാൻ അന്വേഷിച്ചു. നീ മാത്രമേ ഉള്ളൂ ഈ ഓടിച്ചാടി ഇത്തിരി പൈസ തന്ന കൈ. കുറച്ച് വെപ്രാളമുണ്ട്. മര്യാദക്ക് എന്റെ പൈസ കൊണ്ട് തന്നു ക്ലീറ്റോ, അല്ലെങ്കിൽ എന്റെ മുഖം കാണും. പരിപാടിയായിട്ട് നിൽക്കുകയാണ്. ഈ പാർട്ടിയുടെ കൊടിയിൽ ലോഗോ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. മേൽഘടകത്തിൽ അതിന്റെ ചർച്ച നടക്കുകയാണ്. ഓ പിന്നെ ഇനിയിപ്പൊ കോഗോ മാറ്റിയപ്പോ കൊറേ അങ്ങ് കിട്ടും അങ്ങോട്ട്. ഒരു പീറ തുണിയും കൊണ്ട് ഇരിക്കുകയാണ് നേരം എടുക്കുമ്പോ. ഇതിന്റെ വില എന്താണെന്ന് അറിയാമോ നിനക്ക്? ആ വില അറിയാതെ 10 രൂപ പോലും ഇല്ല മീറ്ററിന്. അയ്യോ, നിനക്ക് അതൊക്കെ അറിയാവൂ. എടി ഇതിന്റെ മൂല്യം എന്താണെന്ന് അറിയാം, ഇതിന്റെ മഹത്വം എന്താണെന്ന് അറിയാമോ? ഈ പതാക്കയുടെ എങ്ങനെ നിങ്ങൾ തിന്നുക എങ്ങോട്ട് നിന്ന് വരണതൊന്നും അറിയണില്ലല്ലോ മനുഷ്യ. ഇതിന്റെയൊക്കെ പേരിലാണ് ഓരോന്ന് ഈ പാർട്ടി ഉള്ളത് കൊണ്ടാ. ഒരു ഉപകാരം ഇല്ലാത്ത ഈ സാധനത്തിൽ ഇപ്പൊ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കണ. നിനക്ക് ഉപകാരമില്ല. നിനക്കില്ലേലും നിനക്കിനി എന്ത് കിട്ടിയാലും തികയില്ല. ഉപകാരമല്ലോ പോലും പാർട്ടിയുടെ ഇതിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഡിസൈനർമാർ ക്യൂ ആണ്, അടിയാണ്. ഇതങ്ങോട്ട് ലോഗോ ആക്കി ഇതിന്റെ പുതിയ ലോഗോ വന്നു കഴിഞ്ഞാൽ ഈ പതാക കൊണ്ട് ഞങ്ങളുടെ പാർട്ടിക്ക് ഉയർച്ച ഉണ്ടാവുന്ന ഒരു വലിയ ജോത്സ്യം പറഞ്ഞേക്കാണ്. അതാണ് കാര്യം. 4, 3, 7 പേരുള്ള പാർട്ടിയിലാണ് എന്നിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രൊഫഷനിൽ തൊട്ട് കളിക്കരുത് കേട്ടാ. പാർട്ടി നിനക്ക് പുച്ഛല്ലേടി? ആ പുച്ഛാണ്. ഈ പാർട്ടി കൊണ്ട് എനിക്കൊരു ഗുണമില്ല. എന്റെ പൈസ മര്യാദ കൊണ്ടൊന്ന് വെച്ച പൈസ തരാം. നിങ്ങളൊന്നും ബഹളം വെക്കണ്ട. ബഹളം ആരെങ്കിലും കൊന്നിട്ടാലും ഞാൻ പൈസ കൊണ്ട് തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ചത്ത് മരച്ച് കിടക്കുന്നു. പുറത്തോട്ട് പോയിട്ടുള്ള ആ ഒരു സമയം എന്താ? രാവിലെ പോലും ജപിക്കാത്ത പറഞ്ഞിട്ട് കിടന്നു. ഒരു സ്വസ്ഥതയും തരില്ല. പൈസ ചോദിക്കുമ്പോ എല്ലാവർക്കും ഉള്ള കുഴപ്പം ഇതാ. അത് വയ്യ ചങ്കം എന്ന് പറഞ്ഞുകൊണ്ട് പുന്നാരിപ്പിച്ചോണ്ട് വരും. പൈസ അങ്ങ് കൈ കിട്ടിയാലും സന്തോഷം. 4, 3, 7 രൂപ കൈ വന്ന എവളൊന്നും പറയില്ലല്ല. പിന്നെ ഭയങ്കര ആള്. നിനക്കൊക്കെ ഒരുപാട് പൈസ തരാത്തത്. ഒരുപാട് പൈസ തരുന്നില്ല. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? 1000 കുണുവയ്ക്കാണ് ഈ കിടന്ന് അലക്കണത് അവള്. വെച്ചടി വെച്ചിട്ട് കയറ്റായിരിക്കുമല്ലോ അല്ലേ? കേറി അങ്ങ് പ്രധാനമന്ത്രി വരെ എത്തും. പക്ഷെ എനിക്ക് അഭിമാനമാണ്. കാരണം ഇപ്പൊ പറയാലോ, ഒരു പോലീസുകാരന്റെ അളിയൻ പ്രധാനമന്ത്രി എന്നൊക്കെ പറഞ്ഞത് ഒരു ഭയങ്കര സംഭവം തന്നെ അല്ലേ? വെറുതെ ഇരുന്ന് കളിയാക്കണ്ടേ? അല്ല, പക്ഷെ വേറെ പ്രശ്നമുണ്ട്. ഈ പ്രധാനമന്ത്രി ആകാനായിട്ട് മുട്ടി കിടക്കണത് മറ്റവനല്ലേ, നടരായനല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ചോദിച്ച കാര്യം പറ, നിന്റെ കയ്യിൽ ഉണ്ടാവോ പൈസ? എത്ര? 2000. ഇവിടെ ഇരിപ്പുണ്ട് ചേച്ചി. ഇതിന് എത്ര ആലോചിക്കാനായിട്ട്? എന്താ നമ്മുടെ കൊടിയുടെ കാര്യം? തീരുമാനമാകുമ്പോ ഞാൻ അറിയിക്കാം. അല്ലെ, എന്റെ ഒരു അഭിപ്രായത്തിലേ എന്റെ കൊടിയിൽ ഒരു പിച്ചച്ചിട്ട് വെക്കണം. അടിപൊളിയായിരിക്കും. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നീ പരിഹസിക്കണത് പണി മേടിക്കുക. അതെനിക്കറിയാം. നല്ല രാഷ്ട്രീയക്കാർക്കിട്ട് പണിഞ്ഞാൽ അവരിട്ട് നമുക്കിട്ട് പണിയും. നിങ്ങളൊരു പണത്തിന് കൊള്ളില്ലല്ലേ? നിനക്ക് ഞാൻ ATM എടുത്തു തരാം പൈസ കേട്ടാ. മറക്കാതെ എടുക്കണേ. അപ്പൊ അതും ഇവിടെ വന്നങ്ങ് വിളമ്പി എന്നിട്ട് ഇരക്കുകയും ചെയ്തു അല്ലേ എന്റെ വില കളയിക്കാനായിട്ട്. നിങ്ങളുടെ വില ആര് കളഞ്ഞ്? നിങ്ങൾ പോയപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയത് പൈസ തരാന്ന്? ഇല്ലല്ലോ. എനിക്ക് ചിട്ടിക്ക് കൊടുക്കണ്ടേ? അപ്പൊ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പോയെന്തിനാണെന്ന് നിനക്കറിയാമോ? അറിയില്ലല്ലോ. ഇനി തരടില്ല. നീ അവന്റെ മേടിച്ചാ മതി കേട്ടാ. എന്റെ ചെലവ് നോക്കേണ്ടത്. അതൊക്കെ 10-12 വർഷത്തിന് മുമ്പ്. അല്ല, നിന്റെ പറച്ചിൽ അങ്ങനെയാണല്ലോ. പിന്നെ നീ എന്റെ പാർട്ടിയെയും എന്റെ പാർട്ടിയുടെ കൊടിയെയും പരിഹസിച്ചതിന് നീ പണി മേടിക്കും. നീ നോക്കിക്കോ കേട്ടാ. നീ പോടാ, നീ മര്യാദ കുടുംബം നോക്കാൻ നോക്ക്. നീ അങ്ങോട്ട് നോക്കിയാ മതി. ഇല്ലെങ്കിൽ നിനക്ക് കൊണ്ട് കേസ് കൊടുക്കാം. ഇല്ലെങ്കിൽ പെങ്ങളെ വേറെ കെട്ടിച്ചും കൊടുക്കാം. എന്താണോ വെച്ചാൽ ചെയ്തോ. തമാശ കളിക്കില്ല. പൈസ തരാൻ സൗകര്യല്ലടി. ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ ഇനി അവളെ കാര്യം ഞാൻ നോക്കണമെന്ന് പറഞ്ഞ മര്യാദയാണ്. അവനല്ലേ നോക്കേണ്ടത്? നാട് കണ്ടി കിടക്കണപ്പോ
തങ്കം ഓ തങ്ക ഏ ഇവിടെ വന്നേ. എന്താ? എൻ്റെ അലമാരയിൽ ഞാൻ ഇന്നലെ കൊണ്ടുവച്ച എൻ്റെ പൈസ എവിടെ? ആ എനിക്കറിയില്ല. നീ വലിയ ആള് കളിക്കരുത്, മര്യാദയ്ക്ക് എൻ്റെ പൈസ എടുത്തന്നെ. നിങ്ങൾ എവിടെ വെച്ചെന്ന് വെച്ചാൽ അവിടെ പോയി നോക്ക്. ഞാൻ എങ്ങനെ അറിയാനാ? വെച്ചെടുത്തില്ലാത്തോണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് പതാക ഡിസൈൻ ചെയ്തതിന് കൊടുക്കാനുള്ള പൈസയാണ് 2000 രൂപ. മര്യാദയ്ക്ക് അപ്പൊ പൈസ എനിക്ക് എന്റെ ചിട്ടിക്ക് കൊടുക്കണ്ടേ? നിന്റെ ചിട്ടി കൊടുക്കാൻ നിന്റെ ആങ്ങളെ തരാന്ന് പറഞ്ഞല്ലോ. എന്റെ ആങ്ങളെ അല്ലല്ലോ, നിങ്ങളല്ലേ എന്നെ കല്യാണം കഴിച്ചത്. നിങ്ങളാണ് ഞങ്ങളെ നോക്കേണ്ടത്. നിന്റെ കഥയും വർത്താനം എനിക്ക് കേൾക്കണ്ട. മര്യാദയ്ക്ക് എൻ്റെ പൈസ കൊണ്ടെടുക്കും. ആ എടുക്ക്. തങ്ക, ഇത് തമാശ കളിയല്ല നീ കളിക്കണത്. ഇപ്പൊ ഞാൻ ഒരു തമാശയും കളിക്കുന്നില്ല. നിങ്ങൾ എടുക്ക്, നിങ്ങൾ എടുക്ക്. പാർട്ടിയുടെ ഒരു ആവശ്യത്തിന് വെച്ചിരിക്കണ പൈസയാണ്. ആ പിന്നെ ഇവിടെ ആവശ്യങ്ങളില്ലല്ലോ. ആ തരേ, നല്ലോണം തരിയേ. കിട്ടും, നിങ്ങക്ക് കൊറേ കിട്ടും. നീ നിന്റെ 2000 രൂപ അവൻ തരാന്ന് പറഞ്ഞാണ് ഞാൻ കാര്യം എന്തുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു? നിങ്ങൾ തരൂലാത്തോണ്ട്, അല്ലാതെ അവന്റെ കടമയൊന്നുമല്ല. അത് നിങ്ങളാണ് ചെയ്യേണ്ടത്. ഇപ്പൊ അതിനെ തർക്കിക്കാനുള്ള സമയമല്ല. എനിക്ക് ഈ പൈസ കൊണ്ടുള്ളത് ഡിസൈൻ ചെയ്ത് എടുക്കാനുള്ള. ആ ഡിസൈൻ ചെയ്യണ്ട. നിങ്ങള് ഡിസൈൻ ചെയ്യാതിരുന്ന ഒരു കുഴപ്പമില്ലല്ലോ. ആ കിട്ടും. എന്ത് 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 എന്താണ്? ഞാൻ ഇവിടുന്ന് മാറൂല. ഞാൻ ഇവിടുന്ന് മാറൂല. ക്ലീറ്റോ, എനിക്കറിയാം നീ എന്റെ പൈസ എടുത്തിട്ട് നീ കളിക്കണ. നീ എന്റെ അടുത്ത് കളിക്കല്ലേ? നിങ്ങൾ ഈ കൊടിക്ക് വേണ്ടിട്ടല്ലേ? പതാക തൊട്ട് കളിക്കരുത്. ഇതാണല്ലോ നിങ്ങളുടെ പ്രശ്നം. പതാക തൊട്ട് കളിക്കരുത്. സംഘം പതാക എന്റെ പതാക, എന്റെ പതാക. അയ്യോ പാപ്പ് പാപ്പ്. അപ്പക്കുട്ട സാറിന്റെ അടുത്ത് എന്ത് പറയും? എന്റെ കർത്താവേ, കരയിലെ ക്ലീറ്റോ അറിയാതെ സംഭവിച്ചു. എന്റെ പൈസ, എന്റെ പതാക, കർത്താവേ. എന്തോടെ കുന്തം. അയ്യോ, എന്നോട് ക്ഷമിക്കൂ. പോടാ. ഏട്ടന് ഇതുവരെ കുളിക്കാൻ പോയില്ലേ? തോർത്ത് കുളിക്കണ. ഓ അതിന് വേണ്ടിട്ടാണോ വെയിറ്റ് ചെയ്ത് നിന്നത്? ഏത്? ഓ ഇത് ഓർമ്മയില്ലേ? ഏതോ ഒരു ഓണത്തിന് ഏട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. ഇത് അലമാരിൽ ഇരിക്കായിരുന്നു. ഭയങ്കര ലൂസായിരുന്നു. ചേച്ചി ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നു. ആ ഷേപ്പ് ചെയ്തപ്പോ കൊള്ളാല്ലേ? സൗന്ദര്യം കൂടിയാണല്ലോ. എന്താണ് രാവിലെ സൗന്ദര്യം? എന്താണ്? ആര്? എന്താ എന്താ എന്താ? എന്റെ പൈസ മര്യാദയ്ക്ക് തന്നോണം. ഇല്ല, നീ എന്റെ ഹൃദയം രണ്ടായിട്ട് വലിച്ചു കീറിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട്. ഹൃദയം ഞാൻ പൈസ തരുന്നില്ലടാ. അവക്ക് ചിട്ടി അടക്കണ്ടേ? അവക്ക് ചിട്ടി അടക്കാൻ നീ കൊടുക്കണം. ചേച്ചി പൈസ അടിച്ചു മാറ്റിയാ? പൈസ അടിച്ചു മാറ്റിയതൊന്നുമല്ല, ഞാൻ പോക്കറ്റിൽ നിന്ന് എടുത്തു. മര്യാദയ്ക്ക് എന്റെ പൈസ എന്റെ കയ്യിലില്ല. തങ്കം കളിക്കരുത്. എന്റെ കയ്യിലില്ലെന്ന്. നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? അതെ, എനിക്ക് പൈസ തരണ്ട. പിന്നെ ആരാ? എനിക്ക് ആരാ പൈസ തരേണ്ടത്? ഇവനാണ് എനിക്ക് പൈസ തരേണ്ടത്. ആണാ? തങ്കം, ആ പൈസ എനിക്ക് ഡിസൈനർക്ക് കൊടുക്കാനുള്ള പൈസ മര്യാദയ്ക്ക് പൈസ എടുത്തേ. ആ തരുന്നില്ല. അങ്ങനെ അതിന് പൈസ കൊടുക്കണ്ട. ഞാൻ പറഞ്ഞത് മറ്റേ എംപ്ലം നല്ല. കൊടുക്കല്ലേ. എനിക്ക് അവളെ ഓർത്ത് പപ്പി വേണമെന്ന് തോന്നുന്നു. നന്നായി പോയി കുളിക്ക് പോ ചെല്ല്. ഇതിപ്പോ ഇന്ന് ആ പൈസ കൊണ്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പെണ്ണുങ്ങൾ എന്നെ വലിച്ചു കീറി ഒട്ടിക്കൂലേ? ക്ലീറ്റോൻ ഇത് വല്ലതും പറഞ്ഞാൽ മനസ്സിലാവോ? അതുങ്ങളാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന കുറെ എണ്ണങ്ങൾ. അത് തന്നെയാ പറഞ്ഞത്. അതിന് ആ പൈസ എന്റെ തന്നാ പോരെ. ഈ മാതിരി ബഹളം വെച്ച് ഈ വഴക്കുണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ ക്ലീറ്റോ? ആര് തന്നാ? ഞാൻ എടുത്തിട്ട് ഓടിയത്. രസമുണ്ടായിരുന്നത് കാണാൻ. പിന്നെ ഭയങ്കര രസമായിരുന്നു. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ
ഏട്ടനും ഉണ്ട് ചൂടാക്കളേ. ക്ലീറ്റോ ചേട്ടനെ വെറുതെ ഓരോന്നോ പിന്നെ ഓരോന്നൊക്കെ പറയും. എന്താ മോനെ? ഹായ് ചേച്ചിമാരെ, ഞാൻ ഒരു MBA സ്റ്റുഡന്റാ. ഈ പഠനത്തിന്റെ ആവശ്യമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നതാ. അയ്യോ വേണ്ട, അതൊക്കെ കാണിച്ച് എന്തിനാ വെറുതെ സമയം കളയുന്നത്? ചേച്ചിയെ ഒന്ന് കണ്ടു നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഞങ്ങളുടെ സമയമല്ല, ഇയാളുടെ സമയം എന്തിനാ കളയണേ? ഇതൊരു ജോലിയല്ലേ ചേച്ചി? വേണ്ട മോനെ, ഇന്നാള് വന്നപ്പോ എല്ലാവരും കുറെ സാധനങ്ങൾ മേടിച്ചു. ചേച്ചി നിങ്ങൾക്കുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എല്ലാം ഉണ്ട് ചേച്ചി. എല്ലാം ഇവിടെ ഉണ്ട്. ചേച്ചി ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഒന്ന് കാണുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ ചേച്ചി? കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഹലോ, ആ എന്താ? അവള് ഫോൺ എടുത്തില്ലാന്ന് ഏലപ്പൊടി, ഇവിടെ ഉണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങിച്ചാൽ മതി. എന്താ കാര്യം എന്താന്ന്? ഇതുണ്ട് ഇവിടെ. ചേച്ചി ഇതൊന്ന് നോക്ക് ചേച്ചി, മഞ്ഞപ്പൊടി. ആ ഞാൻ കൊടുക്കാം എന്റെ പൊന്നോ. എന്നാ ഹലോ, എന്താ ക്ലീറ്റോ ചേട്ടാ? ഇത് തേയിലപ്പൊടിയാ. വേണ്ട ചേച്ചി ഒന്നും വേണ്ട. നോക്കി ചേച്ചി, പുള്ളിക്കാരി എന്തായാലും വാങ്ങും. ചേച്ചി വാങ്ങിക്കുമ്പോൾ പുള്ളിക്കാരി വാങ്ങുമല്ലോ. ഏട്ടനെ വിളിച്ചില്ലേ എന്നിട്ട്? കിട്ടുന്നില്ലേ? ആ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ ശരി ചേച്ചി. ആ വിട്ടമ്മാവ് എല്ലാരും വിട്ട്. എന്താ കാര്യം ഞാൻ ചോദിച്ചില്ല. ഏട്ടന് അല്ലേ തന്നെ എന്നോട് ചാടിക്കടിക്കുമായിരുന്നു. ഇനി ഞാൻ എന്താ കാര്യം കൂടെ ചോദിച്ചു ഞാൻ പിന്നെ വെച്ചേക്കത്തില്ല. ആ ഇപ്പൊ ഏട്ടൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞ്. ഇന്ന് കോളായിരിക്കും. വന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ശരി. അമ്മാവൻ വിട്ടാ ഏട്ടൻ്റെ കൂടെ ഇപ്പൊ വരുന്നുണ്ട്. ഓരോ പൊല്ലാപ്പ് ഒപ്പിച്ച് വെച്ചേക്കണ മനുഷ്യന് സമാധാനം കളയാനായിട്ട്. ഇനി വൈകുന്നേരം ഇവിടെ എന്തായിരിക്കും അവസ്ഥ? ഏട്ടനാണ് എൻ്റെ അടുത്ത് ചാടിക്കടിക്കുകയാണ്. നമ്മളാണോ പോയത്? ആ ഇതിനു വേണ്ടിയിട്ടൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ വിളിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട്. നീ എന്തിനാ വിളിക്കാൻ പോയത്? വല്ല കാര്യം ഉണ്ടായ ക്ലീറ്റോ അങ്ങനെ വലതും പറയും. അച്ചാച്ചനല്ലേ ചേച്ചി, പോലീസ് പിടിച്ചെന്നാ കേൾക്കുമ്പോ നമുക്കൊരു ആദിയില്ലേ? കയ്യിലിരിപ്പ് നല്ലതായിരിക്കണം. എന്തോ ഇവിടെയാണ്. എവിടെ? ദേ ഇവിടെ. ഓ എൻ്റെ കർത്താവെ, ഒന്നും പറയേണ്ട. ഓരോരുത്തന്മാർ കാണിച്ചു വെക്കണത് നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. നിന്റെ കെട്ടിയണോ നിന്നെ കൊണ്ട് വിളിപ്പിച്ചെന്നറിയാമോ? ഇനി ഞാൻ നേരിട്ട് വിളിച്ചാൽ ഇനി അവൻ്റെ തള്ളിമറിക്കലൂടെ ഞാൻ കേൾക്കേണ്ടി വരുവേ. അവനെന്ത് തള്ളി മറിക്കുന്നത്? ഇതിപ്പോ വിട്ടല്ലോ. വിട്ട് ശരിക്കും ഇത് എന്തായിരുന്നു പ്രശ്നം? ഈടി മറ്റേ ജയം കണ്ട്രാക്കുണ്ടല്ലോ, പഴയ അബ്കാരി. അയാൾക്ക് നമ്മുടെ കൂക്കുടി പാലത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്. അവർ മണ്ണടിച്ചത് നികത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. യവന്മാർ പോയിട്ട് അത് നികത്താൻ പറ്റില്ല, അത് പാടമാണ്, നികത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരേ ബഹളം. അപ്പൊ അത് പാടമല്ലേ? അല്ലടി, അത് കരഭൂമി, അത് പുരയിടമാണ്. പിന്നെ അയാൾക്ക് അറിഞ്ഞൂടെ അത്? അവിടെ DDT പാർട്ടിയുടെ കൊടിയും കൊണ്ട് കുത്തി ടീമാര് തോന്നിയ ദിവസം കാണിച്ചാ നാളെ പാർട്ടിക്കും കൂടെ അല്ലേ? അപ്പൊ കൂടെ സാർ ഇനി എന്നെ വിളിച്ച് ഇനി പറയാനൊന്നുമില്ല. അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നടരായനെ. മറ്റോ ഇനി വരട്ടെ. പിന്നെ എന്ത് പിന്നെ? ഒന്നുമില്ല എന്റെ പൊന്നോ. എന്റെ ചിട്ടി അടച്ചല്ലോ. അടച്ച് കല്ല് ഇറങ്ങിയല്ലോ. ഇറങ്ങി. ഓ അടുത്ത കല്ല് കയറ്റി വെച്ചിട്ടുണ്ടല്ലോ. ചെല്ലേച്ചി കഴിക്കാൻ എന്തിനും വേണമെന്ന് ചോദിക്കാൻ വേണ്ടിട്ടാ വിളിച്ചത്. ആ ചെല്ലെടുത്ത് കൊടുക്ക്. ഇങ്ങനെ കുറച്ച് കടിക്കാൻ വന്നാ പിന്നെ എങ്ങനെ? ചേച്ചി അങ്ങനെ തന്നെയല്ലേ നിൽക്കണത്? ആ പിന്നെ ലില്ലി ഇങ്ങൊന്ന്. ഏയ്, നീ എന്താണ് ഇങ്ങോട്ട് വന്നത്? നീ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന്? പാർട്ടി ഓഫീസിന്റെ പരിസരത്ത് കണ്ടുപോരുത്. നാളെ തന്നെ നിനക്ക് സസ്പെൻഷൻ ഞാൻ അടിച്ച് തരണുണ്ട് കേട്ടാ. 3 ദിവസം കാണിച്ചിട്ട് വന്നേക്കണം. എന്റെ അച്ചാച്ചന് ഒരു പണിയില്ലല്ലേ, ഇങ്ങനെ നടക്കുവാണല്ലേ? കൂടുതൽ നാറാതിരിക്കാനാണ് ഞാൻ നേരിട്ട് ഇടപെടാത്തത്. അല്ല പറ്റാത്തോണ്ടല്ല. അല്ല, പഴയ ഒരു അബ്കാരിയുണ്ട്, ജയം കോൺട്രാക്ടർ. അയാളുടെ പെരടത്തിൽ അയാൾ മണ്ണടിക്കായിരുന്നു. നിലം നികത്തണമെന്ന് പറഞ്ഞ് അവരോട് കൊടി കുത്തി പൈസ പിരിക്കാനായിട്ട്. പൈസ എന്തിനാ അവിടെ കൊണ്ടുപോയി കുടി കുത്താൻ പോയത്? അത് നടരാജൻ പറഞ്ഞിട്ടാ പോയത്. എന്നോട് പറഞ്ഞത് ഇനി ഇവിടെ നടക്കണ്ട. നടരാജനാ പറഞ്ഞ ഇതേപോലെ മണ്ണടിക്കുന്നിടത്ത് പാർട്ടിയുടെ കൊടി കുത്തി കഴിഞ്ഞാൽ അതൊരു പാർട്ടി ഒന്നും നോക്കത്തില്ല, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൈസ തരുമെന്ന്. അതുമല്ല, ഇന്നലെ തമിഴ്നാട്ടുകാരൻ്റെ തട്ടുകട മദനന്റെ കട മാറ്റി വെക്കണമെന്ന് പറഞ്ഞ് പച്ചമ്പയുടെ കൊടി കുത്തിയപ്പോൾ 2000 രൂപ വന്നില്ലേ? അക്കാര്യം എന്നോട് പറഞ്ഞു. അത് അനധികൃതം. അനധികൃതമായിട്ട് ആൾക്കാർ നടക്കുന്ന വഴിയിൽ കടവിട്ട് വെച്ചാൽ പിന്നെ മാറ്റണ്ടേ? അടിപൊളി. നേതാവും കൊള്ളാം, ശിഷ്യന്മാരും കൊള്ളാം. അപ്പൊ അങ്ങനെയാണ് ആ പൈസ കൊണ്ടുവന്നത്? അവന് പിടിപാടില്ലാത്തോണ്ട് അവന് വല്ല പിടിപാടും ഉണ്ടായിരുന്നില്ല. അവസാനിച്ചാണ് എന്ത്? അങ്ങനെയൊന്നുമില്ല. അത് ആര് കണ്ടാലും കുറ്റം പറയും. അതുപോലെയാണ് ഇത്. ഇത് തോന്നിയ ദിവസം തെമ്മായിട്ട് തരാം. കാണിച്ചിട്ട് വന്ന് നിൽക്കണം. പോടാ. അപ്പൊ കൂടെ സാറേ അങ്ങനെ കണ്ടോണ്ടല്ല. മേലായിരുന്ന പാർട്ടി ഓഫീസിന്റെ ഏരിയ കണ്ടോ? പൊക്കോ പൊക്കോ പൊക്കോ. ഞാൻ പോണു.
എൻ്റെ അഭ്യാസം കണ്ടില്ലേ? 2 രൂപ 50 പൈസയുടെ കൊടി കൊണ്ട് അവൻ കാണിക്കുന്ന പണി രാഷ്ട്രീയക്കാരോട് പറയിപ്പിക്കാനുണ്ട്. എടാ നിനക്ക് പറ്റിയതേ മറ്റേതാ പിച്ചച്ചട്ടി എടുപ്പ്. Aliens